ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നിയമമണ്ഡലത്തിലാണ് അദ്ദേഹം തുറന്ന ജീപ്പിൽ പര്യടനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിലപാടുകൾ മൂലം വർഷം ഏതാണ്ട് 50,000 കോടിയോളം രൂപയുടെ വരുമാന നഷ്ടമാണ് കേരളത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ 5 വർഷം കൊണ്ട് 2.5 ലക്ഷം കോടിയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കടമെടുപ്പ് പരിധിയിൽ വരുത്തിയ കുറവുകൾ മൂലം മാത്രം ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിസന്ധികൾക്കിടയിലും മികച്ച രീതിയിൽ സംസ്ഥാനത്തിന്റെ ചെലവുകളെ നിർവഹിക്കുവാനായിട്ടുണ്ട്. ഫലപ്രദമായ ധനകാര്യ മാനേജ്മെന്റിൽ കേരളം ഈ കാലഘട്ടത്തിൽ വളരെയേറെ മുന്നിലെത്തിയിട്ടുണ്ടെന്ന് C&AGയും RBIയും അടക്കം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നിയമമണ്ഡലത്തിൽ റോഡ് ഷോ നടത്താനിരിക്കുകയാണല്ലോ. അദ്ദേഹത്തെ വികസിത നിയമത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രധാനമന്ത്രി കിള്ളിപ്പാലം ജംഗ്ഷനിൽ പാപ്പനംകോട് ഭാഗത്തേക്ക് റോഡ് ഷോ നടത്തുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട്. നിയമത്തെ വികസനം പ്രധാനമന്ത്രിക്ക് നേരിൽ കാണാനാകും. റോഡ് ഷോ തുടങ്ങുന്ന കിള്ളിപ്പാലത്ത് നിന്ന് വലത്തോട്ട് നോക്കിയാൽ പുതുതായി സ്ഥാപിച്ച ചാല ITI കാണാം. അദ്ദേഹത്തിന് കൂടെ ഉള്ളവർ പറഞ്ഞു കൊടുക്കണം ജീപ്പിലിരുന്ന്. 18 കോടി രൂപയുടെ പദ്ധതിയാണിത്. അതിനടുത്ത് തന്നെ കേന്ദ്ര സർക്കാർ സഹായം നിഷേധിച്ച SSKയുടെ സ്റ്റേറ്റ് ഓഫീസിന്റെ ആസ്ഥാനം പണി, അത് ആസ്ഥാനത്തെ നമുക്ക് പുതിയ ആസ്ഥാനത്തെ കാണുന്നതിന് വേണ്ടി കഴിയും. ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കാര്യാലയവും സ്കൂൾ കേരളയുടെ ഓഫീസും അടങ്ങുന്ന ബഹുനില മന്ദിരം കാണാൻ കഴിയും. വീണ്ടും വലത്തോട്ട് നോക്കണം, ചാല സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം കാണാം. 4.80 ലക്ഷം രൂപയുടെ പദ്ധതിയാണിത്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കരമന ജംഗ്ഷൻ മുതൽ പ്രാവച്ചമ്പലം വരെ നീളുന്ന റോഡിന്റെ മീഡിയൻ സൗന്ദര്യവൽക്കരണവും പുതുതായി സ്ഥാപിച്ച തെരുവിളക്കുകളും കാണാം. 5 കോടി രൂപയുടെയാണ് ഈ പദ്ധതി. കരമന ജംഗ്ഷൻ കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്ത് SSLPSൽ 1.60 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ബഹുനില മന്ദിരം കാണാം. അതിനടുത്ത് തന്നെയുള്ള HSSLPSൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരം കാണാം. ഇതെല്ലാം തുറന്ന ജീപ്പിൽ നിൽക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഉള്ളിലോട്ടുള്ള കാര്യം പറയുന്നില്ല. അല്പം മുന്നോട്ട് പോയി ഇടത്തോട്ട് നോക്കിയാൽ BM&BC നിലവാരത്തിൽ ടാർ ചെയ്ത് നവീകരിച്ച കൽപ്പാളയത്തിൽ നിന്ന് ആരംഭിക്കുന്ന നവീകരിച്ച റോഡ് കാണാം. 8 കോടി രൂപയുടെ പദ്ധതിയാണിത്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്ത് 6 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സ്ഥാണു പത്മനാഭന്റെ നാമത്തിലുള്ള കരിയർ ഡെവലപ്മെന്റ് സെന്റർ കാണാം. 6 കോടിയാണ് ഇതിന്റെ ചെലവ്. അതിന് തൊട്ടടുത്ത് തന്നെ 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചു വരുന്ന കരമന ബോയ്സ് ഹൈസ്കൂളിന്റെ ബഹുനില മന്ദിരം കാണാം. ഇതേ കോമ്പൗണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കരമന ഗേൾസ് ഹൈസ്കൂൾ 1.30 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനം കാണാം. ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ 58 ലക്ഷം രൂപ ചെലവാക്കി നടത്തുന്ന നവീകരണ പ്രവർത്തനം കാണാം. അല്പം കൂടി മുന്നോട്ട് പോയാൽ വലതുവശത്ത് 16 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആഴാങ്കാൽ നടപ്പാത കാണാം. ഇനിയും മുന്നോട്ട് പോയാൽ വനിതാ പോളിടെക്നിക്കൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന 12 കോടി രൂപയുടെ ബഹുനില മന്ദിരം കാണാം. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പാപ്പനംകോട് ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം കാണാം. അങ്ങേക്ക് ഇത് ഇവിടെയുള്ള BJPക്കാർ പറഞ്ഞു തരില്ല. അതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനം നടത്തി പറയുന്നത്. 70 ലക്ഷം രൂപയുടെ പദ്ധതിയാണിത്. അതിനെതിരായുള്ള വിശ്വംഭരൻ റോഡിന് 13 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നടപടികൾ കാണാം. അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ 2 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച HSSLPS ബഹുനില മന്ദിരം കാണാം. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തെ ഹൈസ്കൂളിൽ 3.40 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ബഹുനില മന്ദിരം കാണാം. നിയമം സന്ദർശിക്കുന്നതിൽ പ്രധാനമന്ത്രിക്ക് നന്ദി. വികസിത നിയമത്തേക്ക് പ്രധാനമന്ത്രിക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, അങ്ങയുടെ പ്രതിനിധിയായിട്ടുള്ള എൻ്റെ എതിർ സ്ഥാനാർത്ഥി ശ്രീ രാജീവ്, അദ്ദേഹം ഈ വികസനത്തിനെ പറ്റിയുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ഞാനൊരു സമയം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി പോവുകയാണ് ഉണ്ടായത്. അത് BJPക്ക് ദേശീയ തലത്തിൽ തന്നെ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്.